നമസ്കാരം. കൊട്ര വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ദാസ് കൊട്ര. പൗരസത്യ ഭാഷാഭാവത്തിന്റെ ദേശീയ സെമിനാർ പത്തനാപുരം സെന്റ് സ്റ്റീഫൻ കോളേജിൽ ഡോക്ടർ എസ് ജയൻ ഉദ്ഘാടനം ചെയ്തു. നിർവചനം പലപ്പോഴും ഭാഷയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ആദ്യമേ പറയുന്നത് കൊട്ര തച്ചക്കോട് പുതുതായി സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം കേരള ധനകാര്യ വകുപ്പ് മന്ത്രിയും കൊട്ടാരക്കര MLA ശ്രീ KN ബാലഗോപാൽ നിർവഹിച്ചു. ലൈറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തി പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ഇവിടെ വിവിധ സ്ഥലങ്ങളിലായി നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ യോഗ സ്ഥലത്തേക്ക് എത്തിച്ചേരണം. ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ള കസേരകളിലേക്ക് ഇരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ശ്രീ KN ബാലഗോപാലിന് ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ സ്ഥാപിച്ച മിനിമാസ്റ്റ് ലൈറ്റ് ഇപ്പോൾ നാടിന് ഗ്രൗണ്ടുണ്ട്, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. കുറേ ആദ്യമായിട്ട് ഞാൻ MLA ആയ ആ ഇടയ്ക്ക് ഒരു പരിപാടിക്ക് പോയിട്ട് വരുന്നത്. കാരണം കുട്ടികൾക്ക് ധാരാളമായി ഇങ്ങനെ കളിക്കാനൊക്കെ ഉള്ള പൊതുസ്ഥലങ്ങൾ തന്നെ ഇപ്പോൾ കുറവാണ്. ഇവിടെ നല്ലൊരു മൈതാനമുണ്ട്, കുട്ടികളൊക്കെ കൂടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ലൈറ്റ് വരികയും ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി മാത്രമല്ല, വൈകിട്ടൊന്ന് നടക്കണമെങ്കിലും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി ഒന്ന് നടക്കണമെങ്കിലും ഒക്കെ ഒരു പൊതു സ്ഥലമെന്ന നിലയിൽ ഈ ഭാഗത്ത് ക്ഷേത്രമാണ്, ക്ഷേത്രത്തിൻ്റെ സൗകര്യം. നമ്മുടെ ഐഷാക്കുട്ടി MLA ആയിരുന്ന സമയത്താണ് നമ്മുടെ ഈ അറക്കടവ് പാലം റോഡിൻ്റെ ഫണ്ട് വെച്ചത്. ഏകദേശം 7 വർഷത്തോളം കാലം അതിങ്ങനെ കിടന്ന് വളരെ ദുരവസ്ഥയായ സമയത്താണ് നമ്മൾ അതിനെതിരെ പ്രതിഷേധം ഉയർത്തിയ നാട്ടുകാർ. ഇതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. നെടുമൺകാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പുതിയ ഭക്തിഗാന ആൽബം പുറത്തിറങ്ങി. വൃശ്ചികം 1 ക്ഷേത്ര സന്നിധിയിലായിരുന്നു പ്രകാശനം. നെടുമൺകാവ് കുടിക്കോട് ജംഗ്ഷന് സമീപം പ്രിന്റ് വേൾഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. കരിപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുവിത, വാർഡ് മെമ്പർമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. വെളിയം TVTM VHSS SPC ഏകദിന ക്യാമ്പിൽ കവി വിഷൻ കുടിക്കോട് സംസാരിക്കുന്നു. ഉള്ളിലുണ്ട്
ഇത് ഇല്ലാതാക്കി വരുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മൾ മതത്തിലും ജാതിയിലും ഒളികൂടിയിരിക്കും. ഇനി എന്തൊക്കെ വിപ്ലവങ്ങൾ കൊണ്ടുവന്നാലും മനസ്സിലായോ? അപ്പൊ ശ്രദ്ധ വേണം, മനസ്സിലായോ? അപ്പൊ നമുക്ക് ധൈര്യം വേണം, ശ്രദ്ധ വേണം, പേടിയില്ലാതിരിക്കണം. എന്താ വേണം? അതാണ് ഈ ക്യാമ്പ്. നിർഭയത്വം വേണം. നിർഭയത്വം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആരുടെ മുമ്പ് കയറിയിരിക്കാൻ പറ്റുമോ? ഇല്ല. അവൻ തോയും, അവൻ കൂൺ പിടിക്കുകയല്ല. അവൻ സമൂഹത്തില് ഒട്ടേറെ പേര് കഷ്ടപ്പെടുന്നതിന്റെ ഭാഗമാണ്. നമ്മുടെ അച്ഛനും അമ്മയും മാത്രമൊന്നുമല്ല കഷ്ടപ്പെടുന്നത്. ഇപ്പൊ ടീച്ചർ ഇവിടെ വന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് പറഞ്ഞില്ലയോ? ഒരു സുപ്രഭാതത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നതാണോ? അധ്യാപകയാണോ? അല്ല, അവരുടെ തൊട്ട് തലമുറ ആ രീതിയിലേക്ക് അവരെ കൊണ്ടുവന്നു. ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വെളിയം സബ് ജില്ലാ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വെളിയം സബ് ജില്ലാ കലോത്സവം നവംബർ 18 മുതൽ 21 വരെ കൊട്ര ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് നടക്കുകയാണ്. ഈ കലോത്സവത്തിന് എല്ലാവരുടെയും, നാട്ടുകാരുടെയും അതുപോലെ തന്നെ സ്കൂളിൻ്റെയും സ്കൂൾ മാനേജ്മെൻറ്റ് അതുപോലെ എല്ലാവരുടെയും വിദ്യാർത്ഥികൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ, രക്ഷകർത്താക്കൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. നാളെ മുതൽ നമ്മുടെ കൊട്ര ദേശത്തിൻ്റെ ഉത്സവമായിട്ട് നമ്മുടെ വെളിയം ഉപജില്ലാ കലോത്സവം കൊട്ര ശങ്കരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ കലോത്സവത്തിൻ്റെ പ്രത്യേകത ഈ ഗോത്ര കലാരൂപങ്ങൾ കൂടി നമ്മുടെ ഈ മേളയുടെ ഭാഗമായിട്ടുണ്ട്. അതായത് പുലയ നൃത്തം, പണിയ നൃത്തം, മലപ്പുലയാട്ടം, മംഗലം കളി, അങ്ങനെയുള്ള ഗോത്ര കലാരൂപങ്ങൾ. അപ്പം നമ്മൾ ഇതൊക്കെ കാണണമെങ്കിൽ വയനാട് പോകണം. ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഇപ്രാവശ്യം കൊട്ര സ്കൂളിലേക്ക് വന്നാൽ മതി. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. നാളെ രചനാ മത്സരങ്ങളാണ്. മറ്റന്നാൾ വിളംബര ഘോഷയാത്രയുണ്ട്. അത് 9 മണിക്ക് നമ്മുടെ മീയന്നൂരിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ഈ സ്കൂളിൽ എത്തിച്ചേരും. തുടർന്ന് നമ്മുടെ GS ജയലാൽ MLA യുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി KN ബാലഗോപാൽ അവറുകളാണ്. നല്ല രീതിയിൽ ഇപ്രാവശ്യത്തെ കലോത്സവം വിജയിപ്പിക്കണം. അതിന് എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ആവശ്യമാണ് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരെയും നമ്മുടെ നാളെ മുതൽ നടക്കുന്ന ഈ കലോത്സവത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യും. മിയന്നൂർ ഷിബു ഭവനിൽ ജോർജ് അന്തരിച്ചു. സംസ്കാരം നടത്തി. പരേതന് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. മിയന്നൂർ വഞ്ചിമുക്കിൽ ബിനോയി ഭവനിൽ ചാക്കോ അന്തരിച്ചു. സംസ്കാരം നടത്തി. പരേതന് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. കൊട്ര മിയന്നൂർ ഡീന ഭവനിൽ ബിനു ബാബു അന്തരിച്ചു. സംസ്കാരം നടത്തി. പരേതന് കൊട്ര വാർത്തയുടെ ആദരാഞ്ജലികൾ. ഇതോടുകൂടി ഈ ആഴ്ചയിലെ കൊട്ര വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.